ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പൊട്ടറ്റോ കൊണ്ടൊരു പൊട്ടറ്റോ പോപ്പേഴ്സ് ആണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. തയ്യാറാക്കാൻ വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി 2 മീഡിയം സൈസ് പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ച് കൊണ്ടുവച്ചിരിക്കുക, ബോയിൽ ചെയ്ത് പൊടിച്ച് കൊണ്ടുവച്ചിരിക്കുക. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, ഒരു വറ്റൽമുളക് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തത്, ചതച്ചെടുത്തത്. ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിടുന്നില്ലെങ്കിൽ പേസ്റ്റ് ഇട്ടാലും മതി. കട്ട് ചെയ്തിടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മാംഗോ പൗഡർ. മാംഗോ പൗഡർ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചാലും മതി. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. 1/4 കപ്പ് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് നോക്കിയിട്ടിടുക. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. പൊട്ടറ്റോയും ഉള്ളിയും മസാല എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് നല്ലപോലെ കുഴച്ച് ഉരുട്ടിയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കണം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് ഉരുട്ടി റെഡിയാക്കി വെക്കണം. ഇതുപോലെ ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടി റെഡിയാക്കി വെക്കാറില്ല. എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതൊരു കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ബോൾസ് എല്ലാം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി, ഒന്ന് മുക്കി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. കുറച്ച് ലൂസിൽ കലക്കിയെടുക്കണം. ഇവിടെ വെള്ളം ഒഴിച്ച് കലക്കിയിട്ടുണ്ട്. ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കലക്കിയെടുക്കാൻ. എന്താ കുറച്ച് ബ്രെഡ് സ്ക്രം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബ്രെഡ് സ്ക്രമ്മും എല്ലായിടവും വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 5-6 പീസ് ബ്രെഡ് എടുത്ത് ചൂടാക്കി പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ ബോൾസും എടുത്തിട്ട് ചെറുനാരങ്ങ വലുപ്പത്തിലെല്ലാം ഉരുട്ടി വെച്ചിരിക്കുക. അത് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച മൈദ കലക്കി വെച്ചില്ലയോ കോട്ടിങ്ങിന് വേണ്ടിയിട്ട്, അതിലേക്ക് മുക്കി കൊടുക്കാം. ഈ ബ്രെഡ് സ്ക്രം ഒന്ന് പിടിക്കാൻ വേണ്ടി അതിനകത്ത് വെറുതെ ഒരു കോട്ടിങ് കൊടുക്കുന്നതാണ്. വെള്ളം പോലെ കലക്കി. ഇനി നമുക്ക് ഇതിലേക്കിടാം. കുറച്ച് ബ്രെഡിൻ്റെ സ്ക്രം വാരി നല്ലപോലെ പൊതിയണം അതിനകത്ത്. ഓരോന്നായിട്ട് നമുക്ക് പൊതിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ബ്രെഡ് സ്ക്രമ്മിൽ പൊതിഞ്ഞ് റെഡിയാക്കി വെക്കണം. ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ തിളച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് പൊരിച്ച് കോരാൻ. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 എണ്ണം വീതം ഇട്ട് പൊരിക്കുക കേട്ടോ. ഇങ്ങനെ എണ്ണയൊന്ന് തട്ടി കൊടുക്കണം അതിൻ്റെ പുറത്തോട്ട്. പുറമേ ഒന്ന് പൊരിഞ്ഞാൽ മാത്രം മതി. ഗോൾഡൻ ക്രിസ്പി ആകുമ്പോൾ ഇനി കോരാം.
ഇതിൻ്റെ എല്ലാ വശവും ഒരേ കളറിൽ കിട്ടണം. അതുകൊണ്ട് നല്ല ഗോൾഡൻ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരാം. നല്ല ഗോൾഡൻ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയൊരു സ്നാക്കാണ്. ബാക്കിയും കൂടെ നമുക്ക് പൊരിച്ചു കോരാം. നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ ടൂത്ത് പിക്ക് ഒന്ന് കുത്തി വെക്കാം. അന്നേരം കാണാൻ നല്ല ഭംഗിയും, എടുത്ത് കുത്തി സോസിൽ മുക്കി തിന്നാനൊക്കെ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ. ഈ ടൂത്ത് പിക്ക് വാങ്ങിക്കാൻ കിട്ടും എല്ലായിടവും കേട്ടോ, കടകളിലെല്ലാം കിട്ടും വാങ്ങിക്കാൻ. നല്ല ടേസ്റ്റിയാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.